ചില സമയത്ത് ആൾക്കാർ വോട്ട് പിടിക്കുന്നത് കാണുമ്പോൾ വേദനിക്കുന്ന സെലിബ്രിറ്റിക്ക് ഒരു വോട്ട് എന്നാണോ, അതോ ലോൺ അടയ്ക്കാൻ സെലിബ്രിറ്റിക്ക് ഒരു വോട്ട് എന്നാണോ, രോഗിയായ സെലിബ്രിറ്റിക്ക് ഒരു വോട്ട് എന്നാണോ, എന്താണ് ഇവർ ഈ വോട്ട് പിടിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. അങ്ങനെ വോട്ട് പിടിച്ച് ഇപ്പോൾ ജാതി മതവും പറഞ്ഞ് വരെ വോട്ട് പിടിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മലയാളം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി മിച്ചം നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കരുത്തിൻ്റെ മൂർത്തിഭാവവുമായ ഷാനവാസക്കയുടെ ഫാൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളോടുള്ള സ്നേഹമൊക്കെ വളരെയധികം പ്രകടിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ ആ സ്നേഹം കുറച്ച് പീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയും കൂടി കഴിയുമ്പോൾ ഉറപ്പായും നമ്മളോടുള്ള ഷാനവാസക്ക ഫാൻസിൻ്റെ സ്നേഹം കൂടും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഷാനവാസക്കയുടെ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് അതായത് ഷാനവാസ് എന്ന് പറയുന്ന പേരിനേക്കാൾ കൂടുതൽ ഒരുപാട് ആളുകൾ മനസ്സിൽ പതിച്ചു വെച്ചിരിക്കുന്ന പേര് രുദ്രൻ, ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള പേരുകളൊക്കെ ആയിരിക്കും. അദ്ദേഹം സീരിയലിൽ അഭിനയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹീറോ കഥാപാത്രങ്ങൾക്കുണ്ടായിരുന്ന പേരുകളാണിത്. അങ്ങനൊരു രുദ്രനോ ഇന്ദ്രനോ ഒക്കെ ആയിട്ടാണ് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ സ്ഥിരം ശീലങ്ങളായിട്ടുള്ള മീശ പിരിക്കുക, മുണ്ട് മടക്കി കുത്തി നിൽക്കുന്ന കലിപ്പ് ഭാവങ്ങളൊക്കെയുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള മസ്കുലിനിറ്റിയുടെ ടോക്സിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉള്ള മെയിൽ ഷോവനിസ്റ്റും റൗഡിയും ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറില്ലേ, അതായിട്ട് തന്നെയാണ് അദ്ദേഹം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത്. നമ്മൾ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഷാനവാസൊക്കെ ആക്ച്വലി ബിഗ് ബോസിനെ കാണുന്നത് ഒരു സീരിയലായിട്ടാണ്. ആ സീരിയലിൽ അദ്ദേഹം തന്നെയാണ് നായകൻ. അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇപ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അക്ബറാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത്. ബാക്കി അദ്ദേഹത്തിൻ്റെ 2 പെങ്ങന്മാരുടെ കഥാപാത്രങ്ങളുണ്ട്, അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ട കഥാപാത്രങ്ങളുണ്ട്, കൊനഷ്ട് സ്വഭാവങ്ങളുള്ള മറ്റ് കഥാപാത്രങ്ങളുണ്ട്. ഇവരൊക്കെ ഡീൽ ചെയ്യുന്ന നായകനായ ഷാനവാസ്. ഇതാണ് ഷാനവാസ്ക ബിഗ് ബോസ് ഹൗസിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയൽ. പക്ഷേ നമ്മളിങ്ങനെ ഷാനവാസ്ക സീരിയൽ കണക്ഷനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ സീരിയൽ കാണുന്നതിനെയോ സീരിയലിനെയോ നമ്മൾ കുറച്ച് പറയുക അല്ല ഉദ്ദേശിക്കുന്നത്. അത് കാണുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അത് അവരുടെ ചോയ്സാണ്, അത് അവർ എൻജോയ് ചെയ്തോട്ടെ, നമ്മൾ അതിനെയല്ല കളിയാക്കുന്നത്. പക്ഷേ ആ സീരിയലിലെ കഥാപാത്രങ്ങളെ പോലെ ഈ പറയുന്നൊരു നാടകീയ എലമെൻറ്റുകളും അതുപോലത്തെ ആക്ഷൻസും പിന്നെ കഥാപാത്രങ്ങൾ ഡയലോഗ് പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അനീഷിൻ്റെ അടുത്തൊക്കെ പറയുന്ന നിന്നെ ഞാൻ തുറന്ന് കാണിച്ചിരിക്കും എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില സീരിയൽ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് സീരിയലിലെ കഥാപാത്രമായി അദ്ദേഹം ജീവിക്കുന്നു എന്നതിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷാനവാസ്കയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്ന ഒരാളാണ്. അദ്ദേഹം മാത്രമല്ല, ഷാനവാസ്, അനുമോൾ തുടങ്ങി ഓൾറെഡി പ്രേക്ഷകരുടെ മുമ്പിൽ സീരിയലിലൂടെയും മറ്റ് പ്രോഗ്രാമുകളിലൂടെയും ഒക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ആണ്. സ്വാഭാവികമായും പ്രേക്ഷകർക്ക് കാണുമ്പോൾ ഇവർ നമുക്കറിയാവുന്ന ഒരാളാണല്ലോ എന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടാവും. അതിപ്പോൾ സിനിമയിലായാലും സീരിയലിലായാലും ഏത് മേഖലയിലാണെങ്കിലും ഫെമിലിയാരിറ്റി എന്ന് പറയുന്നത് അത് ആളുകൾക്ക് കൂടുതൽ അടുപ്പം തോന്നാൻ ഉപകരിക്കും ഒരു ബിഗിനിങ് സ്റ്റേജിൽ. അത് തീർച്ചയായും ഷാനവാസിനും അനുമോൾക്കും ഒരു വലിയ പ്രിവിലേജ് ആയിട്ടാണ്. അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ ഓഡിയൻസ് തന്നെയാണ്, അതിലൊന്നും മാറ്റം പറയുന്നില്ല. പക്ഷേ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിൽ നിന്ന് ഇവർക്കൊരു എക്സ്ട്രാ പ്രിവിലേജ് കൊടുക്കുന്നത് ഈ വോട്ട് ബാങ്കാണ്. അതായത് ഇത്രയും ആളുകൾ എന്തായാലും നമുക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു പ്രതീക്ഷ. അതൊരു പരിധി വരെ അവരിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരാഴ്ച അവരെ പിടിച്ചു നിർത്താനുള്ള, പ്രത്യേകിച്ച് തുടക്കത്തിലെ സ്റ്റേജിലൊക്കെ അവരെ പിടിച്ചു നിർത്താൻ ഈ പറയുന്ന വോട്ട് ബാങ്ക് അവരെ വളരെയധികം സഹായിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു വോട്ട് ബാങ്കോടുകൂടി, ഈ ഒരു പ്രിവിലേജോടുകൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്ന ഷാനവാസ്ക ഇസ് നോട്ട് ഫിറ്റ് ഫോർ ദിസ് റിയാലിറ്റി ഷോ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പല സമയങ്ങളിലായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഒട്ടും ശ്രദ്ധയില്ലാത്തൊരാൾ, അങ്ങനെ പറയാനുള്ളൊരു കാരണം അദ്ദേഹം വളരെ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ്. ഈ അഗ്രഷൻ കാണിക്കുമ്പോഴൊക്കെ ഈ 2 കൈയും പുറകോട്ട് വെച്ച് നെഞ്ചും കൊണ്ടാണ് പുള്ളി ഉന്തിത്തള്ളി അങ്ങോട്ട് ചെല്ലുന്നത്, അടി ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. തിരിച്ചൊരു തള്ള് കിട്ടിയാൽ പോലും, എന്ന് വെച്ചാൽ നല്ല ആരോഗ്യമുള്ള ഒരാൾ തിരിച്ചൊരു തള്ള് തള്ളിയാൽ പോലും ഒരു സാധാരണ മനുഷ്യന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോഴാണ് സ്വന്തം ആരോഗ്യാവസ്ഥ മോശമാണ് എന്ന ഒരു ചിന്തയുമില്ലാതെ ഷാനവാസ്ക നെഞ്ചും വിരിച്ച് അങ്ങോട്ട് ചെന്ന് കയറുന്നത്. പിന്നെ അത് മാത്രമല്ല, ബിഗ് ബോസ് എന്ന് പറയുന്നത് അതൊരു മൈൻഡ് ഗെയിം എന്നല്ലേ പറയാം. മെൻ്റലി ആണെങ്കിലും, മെൻ്റലി നമ്മൾ അഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഫിസിക്കലിയും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ മെൻ്റലി ഫിസിക്കലി നമ്മളെ വളരെയധികം സ്ട്രെസ്ഡ് ആക്കുന്ന, നമ്മളെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യിച്ച് കളയുന്ന ഒരു മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവിടെ ഈ ബാക്കിയുള്ള ആളുകൾ അവരുടെയൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇയാളെ പ്രഷറൈസ് ചെയ്യുക, ബാക്കിയുള്ളവരെ പ്രഷർ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം എടുക്കുന്ന എഫേർട്ട്, ഇതൊക്കെ കൊണ്ട് അയാൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ വളരെയധികം വീക്ക് ആവുന്നുണ്ടായിരുന്നു. ഓൾറെഡി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾ ഇപ്പോൾ BP അടക്കമുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനൊക്കെയുള്ള വലിയ സാധ്യതയുള്ളൊരു ഗെയിമാണിത്. ഇങ്ങനൊരു സ്പേസിലേക്ക് ഇദ്ദേഹത്തെ മത്സരിക്കാൻ അനുവദിച്ചു എന്നുള്ളത് അത് ബിഗ് ബോസിനെ നമ്മൾ ഇരുട്ടത്ത് ചോറ് കൊടുത്ത് വെട്ടത്ത് പിടിച്ച് കിടത്തി ഉറക്കേണ്ട അത്രയും വലിയൊരു കുറ്റമാണ്. ഇത് ബിഗ് ബോസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ഒരു കണ്ടസ്റ്റൻറ്റിനെ ആരോഗ്യകരമായി
മോശമായ ഒരു പ്രശ്നം ഗെയിമിനിടയിൽ സംഭവിക്കുക എന്ന് പറയുന്നത് ബിഗ് ബോസിന് ബുദ്ധിമുട്ടാണ്. ഷാനവാസിന് സ്വന്തം ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യം നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്തുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ആരോഗ്യവും ജീവനുമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഷാനവാസിനും അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നാണ്. എന്തെങ്കിലും ഒരു കാര്യം ഈ പുള്ളിയോട് പറയാൻ പറ്റുമോ? ഇങ്ങനെ സ്ട്രെസ്ഡ് ആക്കാൻ പറ്റുമോ? ഇങ്ങനെ ഫിസിക്കലി അഗ്രഷൻ കാണിക്കുമ്പോൾ തിരിച്ച് തള്ളാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്താം എന്ന് പറയുന്നത് പോലത്തെ ഒരു ത്രെട്ട് അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. അവർക്ക് അറിഞ്ഞ് ഗെയിം കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുക. അതിനൊരു വലിയ ഉദാഹരണം നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടുള്ളതാണ്. അത് പറയുമ്പോൾ അതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ ഫിസിക്കൽ അഗ്രഷൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കേണ്ട ഷാനവാസികയുടെ ഗെയിമിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും മോശം ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരെ പറയാം, അതിൻ്റെ തന്തയോട് പോയി പറയാം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള, പിന്നെ ഈ എഡി ബോഡി വിളികളാണ് ഷാനവാസികയുടെ ഏറ്റവും നമ്മളെ വെറുപ്പിച്ചിട്ടുള്ള ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന് അതിനുശേഷം ഇവിടെ ലക്ഷ്മിയൊക്കെ വന്നതിന് ശേഷം തമ്പുരാട്ടി എന്നൊക്കെ വിളിച്ച് അവരുടെ പുറകെ നടക്കുക. അത് നല്ല അർത്ഥത്തിലല്ല വിളിക്കുന്നത്. പിന്നെ ഷൂളം അടിച്ച് വിളിക്കുക, വേറെയും പല ആംഗ്യ വിക്ഷേപങ്ങളൊക്കെ നടത്തുക. അങ്ങനെ ഒരു സ്ത്രീ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ അവരെ പല പദപ്രയോഗങ്ങളിലൂടെ വിശേഷിപ്പിക്കുകയും അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി ഷാനവാസ്ക വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഈ സമയങ്ങളിലെല്ലാം ലക്ഷ്മി തനിക്ക് പറയാവുന്ന ഏറ്റവും മാന്യമായ ഭാഷയിൽ തന്നെയാണ് ഷാനവാസ് എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ ഈ പദപ്രയോഗങ്ങൾ എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്നു എന്ന് പറയാവുന്ന എല്ലാ തരത്തിലും ഏറ്റവും മാന്യമായ ഭാഷയിൽ ഷാനവാസിനോട് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു സമയത്ത് പോലും ഷാനവാസ് അതിനെ ബഹുമാനിച്ചിട്ടില്ല, അതിന് യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. തൻ്റെ ഒപ്പം മത്സരിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ തൻ്റെ പദപ്രയോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഷാനവാസിന് ഒരു പ്രശ്നമല്ല. നമ്മൾ ഈ സ്ത്രീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കേൾക്കുമ്പോൾ സ്ത്രീ കാർഡ് പറയുന്നോ എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ സ്ത്രീ കാർഡ് ഇടയ്ക്കിടയ്ക്ക് ഷാനവാസ്ക്ക് ഇറക്കാറുള്ളതാണ്. ആ പെൺകുട്ടിയോട് അവൻ മോശമായി പെരുമാറി എന്ന് പറയുന്ന സീരിയൽ ഡയലോഗ് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഇറക്കുന്നതും ഇതേ കാർഡ് തന്നെയാണല്ലോ. അപ്പോൾ ഒരു സ്ത്രീയോട് തന്നെ ഇത്രയും മോശമായി അവരെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ പെരുമാറി അവർ അൺകംഫർട്ടബിൾ ആണെന്ന് അറിയിച്ച ശേഷവും വീണ്ടും അത് തുടർന്നിട്ടുള്ള ഇതേ ഷാനവാസൊക്കെയാണ് തൻ്റെ അടുത്ത് നെവിൻ അടുത്തിടപഴകുമ്പോൾ താൻ അൺകംഫർട്ടബിൾ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അതിലൊരു പ്രശ്നം പറ്റിയത് നെവിൻ ഷാനവാസിനെ അൺകംഫർട്ടബിൾ ആക്കിയതിൻ്റെ റീസണെ നെവിൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവരോടും ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ന്യായീകരണമാണ് നെവിൻ അവിടെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഷാനവാസ്ക പിന്നീട് ഈ വിഷയത്തിനെ വളരെ മോശമായി ഉപയോഗിക്കുന്നുണ്ട്. താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, അൺകംഫർട്ടബിൾ ആക്കുന്നതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാലും അതിലൊരു മാറ്റവും വരുത്താതെ എടി പോടി എന്നുള്ള വിളികൾ ഏറ്റവും മോശമായി ഉപയോഗിച്ച് അവസാനം ബിഗ് ബോസ് കാണണമല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ തലയ്ക്ക് കൈവച്ച് ഇരുന്ന് പോകുന്ന പോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഷാനവാസ്ക്ക് എത്തിച്ചു. അങ്ങനൊരു ഹൈ മൊമെൻറ്റിലാണ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഷാനവാസ്കയ്ക്ക് അരിയാട്ടാനുള്ളൊരു ടാസ്ക് കൊടുത്തത്. അങ്ങോട്ടേക്ക് വരുന്ന ബിന്നിയുടെ അടുത്തും അദ്ദേഹം ഈ പദപ്രയോഗങ്ങൾ നടത്തുകയും ബിന്നിയുടെ ഹസ്ബൻഡിനെ പെൺകോന്തൻ എന്ന് വിളിക്കത്തക്ക രീതിയിൽ അത്രയും മോശമായി അവരോട് സംസാരിക്കുകയും ചെയ്തു. ബിന്നി റിയാക്ട് ചെയ്യുന്നു. ബിന്നിയുടെ അടുത്ത് തൻ്റെ കയ്യിലിരുന്ന സ്പൂണിലെ മാവ് തെറിപ്പിക്കുന്ന ഇക്കയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബിന്നിയുടെ ദേഹത്തേക്ക് മാവിൻ്റെ തുള്ളികൾ തെറിച്ച് വീഴുകയും ചെയ്തിരുന്നു. ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ഷാനവാസൊക്കെയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ സ്പൂണിലുണ്ടായിരുന്ന മാവ് മുഴുവൻ കഴിഞ്ഞ ശേഷം അതിൽ 1-2 തുള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്പൂണിൽ നിന്നുള്ള തുള്ളികൾ 1-2 തുള്ളിയൊക്കെ ദേഹത്ത് വീണതിനാണ് അവൾ ഇത്രയൊക്കെ ഷോ കാണിക്കുന്നത്, ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ ബിന്നിയെ കുറ്റം പറയുകയാണ്. 1-2 മാവിൻ്റെ തുള്ളിയൊക്കെ ദേഹത്ത് വന്ന് വീണ എന്ത് സംഭവിക്കാനാ എന്ന് ചോദിച്ച ഷാനവാസൊക്കെ കാത്തിരുന്നത് കുറേ നാളുകൾക്കിപ്പുറം 2 തുള്ളി പാലാണ്. അത് നെവിൻ്റെ കയ്യിൽ നിന്നാണ് തെറിച്ചു വീണത്. ആ 2 തുള്ളി പാലിന് പുള്ളി ഒരു അറ്റ വീഴ്ചയായിരുന്നു. നമ്മളിത് പറയുമ്പോൾ ഒരാളുടെ ഹെൽത്ത് കണ്ടീഷനെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ മോശമായി അവതരിപ്പിക്കുകയാണ് എന്ന് ചിന്തിക്കരുത്. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അയാളെ എത്രയും പെട്ടെന്ന് പരിചരണം ലഭ്യമാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് തന്നെയാണ് അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഈ പാലിൻ്റെ തുള്ളിയൊക്കെ വീണതിന് ശേഷം ആശുപത്രി പോയി തിരിച്ചെത്തി പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ വന്ന് വീണത് പാലും പാൽ കവറും ഒന്നുമല്ല, ഏതാണ്ട് മിസൈലാണ് എന്ന രൂപേണയുള്ള അവതരണം കാണുമ്പോൾ നമുക്കിത് പരിഹസിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ 2 തുള്ളി മാവ് ബിന്നിയുടെ ദേഹത്ത് വീണ ഇപ്പം എന്താ പറ്റുക എന്ന് ചോദിച്ച ആൾ 2 തുള്ളി പാല് വീണാൽ എന്താ പറ്റുക എന്നുള്ളത് തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പോഴും
അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ അതിന് മുൻപേ തന്നെ വളരെ മോശമായിരുന്നു എന്നുള്ളത് നമ്മുടെ ഡെയിലി അനാലിസിസ് വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ബിഗ് ബോസിനോടുള്ള വിയോജിപ്പ്, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ വന്ന് അദ്ദേഹത്തെ വിമർശിച്ചതിന് ശേഷം അദ്ദേഹം കുറേയും കൂടി വീക്കാവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമുള്ള ഫിസിക്കൽ ടാസ്കുകളിലൊന്നും നേരെ ഇവരെ പങ്കെടുക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുമില്ല. അപ്പോൾ അത്രയും വീക്കായി ഒരു മനുഷ്യൻ അതിനകത്തുണ്ടായിട്ടും അയാളെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ ഷാനവാസ് എന്ന് പറഞ്ഞു വിടാൻ ബിഗ് ബോസിന് സാധിക്കാതെ പോയതിൽ ഇന്നും ബിഗ് ബോസിനോടുള്ള വിയോജിപ്പും അമർഷവും നമ്മൾ ഇപ്പോഴും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഹീസ് നോട്ട് ഫിറ്റ് ഫോർ ദിസ് ഗെയിം. ഷാനവാസിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേ ഗെയിം ജയിച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രി സീനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിലും മീശയൊക്കെ പിരിച്ച് മറ്റേ നായകന്മാരൊക്കെ കയറി വരുമ്പോൾ ഒരു ചിരി ഉണ്ടാവുമല്ലോ, ഇവിടെ മാത്രം ഇങ്ങനെ പല്ല് പൊങ്ങിയേക്കും, മൂക്കിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വിടർന്നിട്ട് എന്നൊക്കെ പറഞ്ഞൊരു ഭാവത്തിൽ, അങ്ങനെ ഒരു ഭാവത്തിൽ ഞാനാണ് വിന്നർ എന്ന് പറഞ്ഞ് ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ടിട്ടാണ് ഷാനവാസ്ക ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസ് ഹൗസിലുള്ള മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതായത് പണിയെടുക്കുന്ന മുഴുവൻ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയിരിക്കണം, പക്ഷേ കയ്യടി വരുമ്പോൾ കംപ്ലീറ്റ് ഷാനവാസ്കയൊക്കെ ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഷാനവാസ്കയുടെ ജേർണി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഷാനവാസ്കയെ കാണുന്നത്, അല്ലെങ്കിൽ ഷാനവാസ്കയെ എല്ലാവരും കളിയാക്കി വിളിക്കുന്നത് ഈ ബിഗ് ബോസ് ഹൗസിലെ ഹിറ്റ്ലർ മാധവൻകുട്ടി, അതായത് കുറേ പെങ്ങന്മാരൊക്കെയുള്ള അവരെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കുന്ന ഹിറ്റ്ലർ മാധവൻകുട്ടി എന്നുള്ള രീതിയിലാണെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്, തുടക്കത്തിൽ ചിന്തിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ പ്ലാൻ എന്ന് പറയുന്നത് അതൊന്നും ആയിരുന്നില്ല. പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ നയിക്കുക എന്നുള്ളതിനേക്കാൾ ആൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെ നയിച്ച ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളായിട്ട്, മറ്റേ ഞങ്ങൾ റോയൽ വാരിയേഴ്സിന് ഇതിൽ എതിർപ്പില്ല എന്ന് പറയുന്നത് പോലെ അത്രയും സ്ട്രോങ് ആയി പറയാൻ പാകത്തിനുള്ള ഒരു പുരുഷന്മാരുടെ ഗ്രൂപ്പിലെ മെയിൻ ലീഡറായിട്ട് നിൽക്കണമെന്നുള്ളതായിരുന്നു ഷാനവാസ്കയുടെ ആഗ്രഹം. അതിനുവേണ്ടി അദ്ദേഹം ആദ്യം ട്രൈ ചെയ്തത് ഈ അക്ബറും അപ്പാനി ശരത്തുമാണ്. പക്ഷേ അക്ബറും അപ്പാനി ശരത്തും ഇദ്ദേഹം ചൂണ്ടയിടുന്നതിന് മുമ്പേ തന്നെ നല്ല സുഹൃത്തുക്കളായി വളരെ നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുത്തിരുന്നു. സ്വാഭാവികമായും അവരൊരു ഗ്രൂപ്പ് പോലെയാണ് ആക്ട് ചെയ്തിരുന്നത്. അവരുടെ തമാശ പറച്ചിലുകളും അവരുടെ പാട്ടുപാടലുകളും ഇതൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് അവർക്ക് ചുറ്റുമാണ് ആദ്യ കാലങ്ങളിൽ നമ്മളിപ്പോൾ ഷാനവാസ്കയുടെ പെങ്ങളൂട്ടിമാരായി കാണുന്ന ആദില നൂറമാരും കലാഭവൻ സരികയും ഷാരികയും തുടങ്ങിയ ഒരു വലിയ ഗ്രൂപ്പ് തന്നെ അക്ബറിൻ്റെയും അപ്പാനി ശരത്തിൻ്റെയും ആ ഒരു സൗഹൃദ സർക്കിളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തന്നെയല്ല, അപ്പാനി ഹീറോ എന്ന് പറഞ്ഞിരിക്കുന്ന അപ്പാനി ശരത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് ഷാനവാസി എന്നിട്ട് ഞാനാണ് ഇവിടുത്തെ ഹീറോ എന്ന് പറഞ്ഞാൽ അപ്പാനി ശരത്ത് സമ്മതിക്കുമോ? അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ആദ്യത്തെ ടാർഗറ്റിങ്ങിൽ തന്നെ അക്ബറും അപ്പാനി ശരത്തും കടന്നുകൂടുകയാണ്. ഞാനാണല്ലോ ഇവിടെ നായകനാവുണ്ട്, അപ്പോൾ ഇവന്മാർ നായകനാവുകയോ? രണ്ടുപേരും വേണമെങ്കിൽ എൻ്റെ പുറകിൽ നിൽക്കട്ടെ, ഞാൻ ഫ്രണ്ടിൽ നടക്കാം, അതല്ലേ ഹീറോയിസം? അത് അങ്ങനെ അല്ലാതാക്കുന്ന ഇവരുടെ ഈ സൗഹൃദം കൊണ്ടാണ് ഈ പറയുന്ന അക്ബറിനോടും അപ്പാനിയോടുമുള്ള അദ്ദേഹത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ ആദ്യ വിത്തുകളൊക്കെ മുളയ്ക്കുന്നത്. അതിനുശേഷം ഷാനവാസ്ക ഉപയോഗിച്ച ടെക്നിക്ക് നല്ലതായിരുന്നു, പക്ഷേ ഐഡിയ ഈസ് ഗുഡ്, ലെഗ് ഈസ് മൈൻ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് ഒന്ന് പാളിപ്പോയി. അതായത് ഒരു ഗ്രൂപ്പ് സ്വന്തമായി ഉണ്ടാക്കി ആളുകളെ ആക്രമിക്കാൻ ഇറങ്ങുക, സ്വന്തമായി ഒറ്റയ്ക്ക് നിന്ന് ഷൈൻ ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ ആരൊക്കെയാണ് ഒരു ഗ്രൂപ്പായി നിന്ന് ചില ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നത്? അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നിട്ട് അവരെന്തായാലും ആക്രമണമൊക്കെ കഴിച്ചു വിട്ടോളും, പക്ഷേ അവരിങ്ങനെ ഇടക്കിടക്ക് മൂപ്പിച്ച് അവരുടെ കൂടെ തന്നെ അങ്ങനെ നിന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പിന്നീട് പതുക്കെ ലീഡർ ആവാം എന്ന് പറയുന്ന ഒരു ഐഡിയയാണ് പുള്ളിക്കുണ്ടായിരുന്നത്. കാരണം പുള്ളിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയില്ല, ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ചാട്ടം എങ്ങോട്ടായിരുന്നു എന്ന് നോക്കിയാൽ മതി. കാരണം അക്ബറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഭിലാഷും ഒനിയിലും അവർ ഈ അക്ബറും അപ്പാനി ശരത്തും എന്ന് പറയുന്ന പോലെ ആദ്യമേ തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരിരുവരും ടാർഗറ്റ് ചെയ്യുന്നത് അക്ബറിനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഷാനവാസ്ക ഒരു തീരുമാനം എടുത്തു, ഞാൻ ഇവരുടെ കൂടെ തന്നെ. അങ്ങനെ അവരുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് അതിൻ്റെ ഒരു ലീഡറായി ഇവരെ രണ്ടുപേരെയും പല കാര്യങ്ങളും പറഞ്ഞ് അവരുടെ ഡയറക്ഷൻ എങ്ങോട്ടൊക്കെ വേണം, ഏതൊക്കെ രീതിയിൽ ആക്രമിക്കണമെന്ന് ക്ലാസ് എടുത്ത് കൊടുക്കാനൊക്കെ ഷാനവാസ്ക ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ സംഭവിച്ചൊരു പ്രശ്നം, അഭിലാഷിന് ഷാനവാസ്കയെ ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ലായിരുന്നു. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അതിനെ നോക്കിക്കണ്ടത് ഒനിയിൽ മാത്രമായിരുന്നു. പക്ഷേ കുറച്ച് നാളെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അഭിലാഷ് ഷാനവാസ്കയ്ക്കെതിരെ തിരിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ടീമിലേക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഷാനവാസ്ക നോക്കി നിൽക്കുമ്പോഴാണ് ആദിലെ നൂറയൊക്കെ കൂടി ഉറഞ്ഞു തുള്ളി നെവിനെ ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് ഓടിക്കുന്നത്. ആഹാ, കൊള്ളാലോ പരിപാടി. നെവിനോട് അദ്ദേഹത്തിന് ഓൾറെഡി ഒരു അനിഷ്ടമുണ്ടായിരുന്നു. ആ സമയത്താണ് ആദിലെ നൂറയും നെവിനെ അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് പറ്റിയിട്ടുള്ള ഗ്രൂപ്പ്. ഇതിന് മുമ്പുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷാനവാസ്ക പല ഗ്രൂപ്പുകളിലും പോയിരുന്നു. രണ്ടുപേരും 3 പേരൊക്കെ ആയിട്ടിരിക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ ചെന്നിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആദിലെ നൂറമാരോട് ഓൾറെഡി സംസാരിച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബന്ധമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആദിലെയും നൂറയും അനിയത്തിമാരായി കൂട്ടി അങ്ങനെയാണ് ഈ ഹിറ്റ്ലർ മാധവൻകുട്ടിയുടെ ജനനം ഉണ്ടാവുന്നത്. ഇതിനിടയ്ക്ക് പെങ്ങന്മാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് അനുമോളെ പുള്ളി ഒന്ന് ട്രൈ ചെയ്തതാണ്, പക്ഷേ നടന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വളരെ ഡേർട്ടി ആയിട്ടുള്ള ചില ഗെയിംസും ഷാനവാസ്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 70% കേസുകളും പുള്ളി അങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ അനുമോളെ കടത്തിവിട്ടുന്ന ഒരു ഡേർട്ടി ഗെയിമിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. പുള്ളി ജസ്റ്റ് സെക്കൻഡ് മാത്രമേ ആയി പോയിട്ടുള്ളൂ. അനുമോൾ ഇട്ട് കൊടുത്ത മരുന്നാണ് അപ്പാനി ശരത്തിനെ ആക്രമിക്കാൻ വേണ്ടി നീ കാരണം ഒരു പാവം പെങ്കുച്ചു ഇവിടെ നിന്ന് ഔട്ടായിപ്പോയി എന്നുള്ള ഡയലോഗ്. അപ്പാനിയെയും ബിൻസിയെയും ചേർത്തുകൊണ്ടുള്ള മോശം ചിന്തകളുടെ ഒരു തുടക്കം ഇട്ട് വെക്കുന്നത് അനുമോളാണ്. പക്ഷെ അത് അവിടുന്ന് ക്യാരി ചെയ്തത് ഷാനവാസൊക്കെയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അക്ബറും അപ്പാനിയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൻ്റെ ലീഡറാവാൻ പുള്ളി ഒന്ന് ആഗ്രഹിച്ചിരുന്നു, നടന്നില്ല. അങ്ങനെ അവരെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ അപ്പാനി ബിൻസി വിഷയം കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുപയോഗിച്ചുകൊണ്ട് അപ്പാനിയെ ഭീഷണിപ്പെടുത്തുക, അയാളെ തളർത്താൻ നോക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഷാനവാസ്ക കുറേ നാൾ കണ്ടിന്യൂ ചെയ്തത്. അയാളുടെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ വരെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന രീതിയിൽ ഏറ്റവും മോശമായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജിയാണ് ഷാനവാസിൽ നിന്ന് നമ്മൾ പിന്നീട് കണ്ടത്. ഷാനവാസിൻ്റെ അനുമോളോടൊപ്പം ഷാനവാസിൻ്റെ ഈ ഡേർട്ടി ഗെയിമിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് പ്രഗ്നൻ്റ് ആയ അപ്പാനി ശരത്തിൻ്റെ ഭാര്യ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇടേണ്ടി വന്നത്. അത്രയധികം സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങുന്നതിനെ അവരെത്രത്തോളം വിഷമിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ ഇട്ടേ പറ്റൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ആ അവസ്ഥയിലേക്ക് ഇതുകൊണ്ട് എത്തിക്കാൻ ഷാനവാസ്കയുടെ ആ ഒരു ബ്രില്യൻ്റ് ഗെയിം കൊണ്ട് സാധിച്ചായിരുന്നു. പക്ഷേ പുലി പൂച്ചയല്ല, വെറും എലിയായി മാറുന്ന സാഹചര്യം നമ്മൾ കണ്ടത് 93-ാമത്തെ ദിവസമാണ്. അദ്ദേഹം ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ പുള്ളിക്കൊരു ചുക്കും അറിയില്ലായിരുന്നു എന്നും വാദിച്ച് നിൽക്കാനുള്ള തെളിവുകളോ താൻ ഈ കളിക്കുന്നത് ഡേർട്ടിയാണെന്ന പൂർണ്ണ ബോധ്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ബിൻസി ഈ പെർട്ടിക്കുലർ വിഷയം ബിഗ് ബോസ് ഹൗസിൽ എടുത്തിട്ട ശേഷം അനുമോളെ നന്നായിട്ടൊന്ന് വറക്കുന്നുണ്ട്. അങ്ങനെ വറുത്ത് കോരി അനുമോളെ സൈഡിൽ വെച്ചതിന് ശേഷം ഷാനവാസ് എവിടെ എന്ന് പറഞ്ഞൊരു നോട്ടം നോക്കുന്നുണ്ട്. ഷാനവാസ്ക്ക് ആ ഏരിയയിലില്ല. അവിടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും അദ്ദേഹം കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. പുള്ളി വാ തുറന്നാൽ പുള്ളിയെ അടിച്ചിരുത്താനുള്ള സകലമാന കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. പുള്ളിക്ക് ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള കഴിവാണെന്ന് തോന്നുന്നു. അതായത് താൻ കാണിക്കുന്ന വൃത്തികേടാണെന്ന് പുള്ളിക്ക് നല്ല ബോധ്യമുണ്ട്. താൻ ഈ കാണിക്കുന്നതിലൊന്നും ഒരു അർത്ഥവുമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉള്ളിയുടെ തൊലി പൊളിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായി പോകും എന്നൊക്കെ പുള്ളിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഈ എവിക്റ്റായി പോയ ആളുകൾ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് പുള്ളി വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. കാരണം ഈ എവിക്റ്റായി പോയ ആളുകളൊക്കെ പുറത്ത് നിന്ന് ഗെയിം കണ്ടതാണല്ലോ. അത് കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം എത്രത്തോളം പൊള്ളയായ രീതിയിലാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അവർക്കറിയാം. അപ്പോൾ അവിടെ ചെന്ന് നിന്ന് വലിയ കഥാപ്രസംഗം പറയുകയോ പഞ്ച് ഡയലോഗ് അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവരിതെല്ലാം കൂടി എടുത്ത് പുറത്തിടും. അങ്ങനെ ഇപ്പോൾ ഉള്ള ഇമേജും കൂടി കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ ആ നായകസ്ഥാനം തൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് പറയുന്നൊരു പേടി ഉള്ളതുകൊണ്ടാണ് ഷാനവാസ്ക്ക് ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. എന്തായാലും അപ്പാനി ശരത്തിനെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജികൾ എടുക്കുന്നതിന് മുൻപേ തന്നെ കിന്നൂറ് പാസ്റ്റ് ഇருக்கு എന്ന് പറയുന്ന പോലെ പുള്ളി ഒരു കുലപുരുഷൻ ഇമേജ് പിടിക്കാൻ ശ്രമിച്ച ചില സംഭവങ്ങളുണ്ട്. അത് നമ്മൾ ഒരു കാരണവശാലും മറക്കരുത്. അദ്ദേഹം സ്വന്തം കുലപുരുഷൻ ഇമേജ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത് 2 പെൺകുട്ടികളെയായിരുന്നു. പെൺകുട്ടികളെ ആകുമ്പോൾ നമുക്ക് ചട്ടം പഠിപ്പിക്കാമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സദാചാര പോലീസുകാരെല്ലാവരും കൂടി ചേർത്ത് ഒരു വലിയ കുലപുരുഷനായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചോളും. അങ്ങനെ ആദ്യം അദ്ദേഹം ചെല്ലുന്നത് ജിസേലിൻ്റെ അടുത്താണ്. ജിസേലിൻ്റെ വസ്ത്രധാരണ രീതി നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല എന്ന കണ്ടെത്തൽ അദ്ദേഹം നടത്തുകയും ജിസേലിനെ തന്നെ ആദ്യം അത് നോമിനേഷനിലാണ് പുള്ളി പോയിരുന്നു പറയുന്നത്. അപ്പോൾ തന്നെ പുറത്ത് ഒരുപാട് ചീത്തവിളികൾ അദ്ദേഹം കേട്ടു. അകത്തായതുകൊണ്ട് പുള്ളി അറിഞ്ഞിട്ടില്ല. എന്തായാലും നോമിനേഷന് ശേഷം പിന്നീട് ജിസേലിനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇത് മലയാളി പ്രേക്ഷകരൊക്കെ കാണുന്ന പ്രോഗ്രാമല്ലേ, ഇത്തരം അല്പവസ്ത്രധാരണ രീതിയുമായി ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നത് നമ്മൾ കേട്ടു. ജിസേലിൻ്റെ അല്പവസ്ത്രധാരണ രീതി സംസ്കാരത്തിന് ചേരില്ല എന്ന കണ്ടുപിടുത്തം മാത്രമല്ല, അക്ബർ ജിസേലിനെ നോക്കുന്ന നോട്ടം അത്ര ശരിയല്ല, അത് ഞാൻ കണ്ടു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഈ ഷാനവാസ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ 1000 കണ്ണുള്ള മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതെല്ലാം കാണാൻ ഇങ്ങേർക്ക് ടൈം ഉണ്ടല്ലോ എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ഒനീലുമായി ചേർന്നുള്ളൊരു ഡിസ്കഷൻ ഇടയിലാണ് റെനയ്ക്ക് 19 വയസ്സേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ബോയ് ഫ്രണ്ടോ, 19 വയസ്സ് എൻ്റെ മോൻ്റെ പ്രായമല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ബോയ് ഫ്രണ്ട് ഉണ്ടാവാൻ പാടുണ്ടോ എന്ന് കരുതി വിലപിക്കുന്ന ഷാനവാസ്ക്കയെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഷാനവാസ്ക 18 തികയുന്നതിന് മുമ്പ് നടക്കുന്ന വിവാഹങ്ങളെക്കുറിച്ച് എന്താണ് അറിയാത്തത്, എന്തുകൊണ്ടാണ് ആ ഇടങ്ങളിലൊന്നും പ്രതികരിക്കാത്തതെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. അങ്ങനെ കുലപുരുഷൻ ഇമേജും അതിനുശേഷം അപ്പാനി ശരത്തിനെ പേടിപ്പിക്കുക എന്ന് പറയുന്ന പ്രോസസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പാനി ശരത്ത് എവിക്റ്റായിപ്പോയി. അയ്യോ, അത് ഭയങ്കര കഷ്ടമായി പോയില്ലേ. അന്ന് മുതലാണ് അദ്ദേഹം അക്ബർ എന്ന മന്ത്രം ജപിക്കാൻ തുടങ്ങിയത്. നമ്മൾ തമാശയായിട്ട് പറയാറുണ്ടല്ലോ, പുള്ളി വീട്ടിൽ ചെന്ന് ഇനിയിപ്പോൾ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റിട്ട് എന്ത് പറ്റി എന്നൊരാൾ ചോദിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം അക്ബർ കാരണമാണ് ലാലേട്ടാ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഷാനവാസ്ക അക്ബറിനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആരോപണം തന്നെ നോക്കൂ, അപ്പാനി ഔട്ടായി പോയത് അക്ബർ കാരണമാണ്.
അപ്പാനി എവിക്റ്റായി പോയത് അപ്പാനിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ബിഗ് ബോസ് കണ്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴും അക്ബറാണ് കാരണം. അവിടെ ഇടിവെട്ടി മഴ പെയ്ത അക്ബറാണ് കാരണം. അവിടെ വെയിൽ വന്ന് ചെടി കരിഞ്ഞു പോയാൽ അതും അക്ബറാണ് കാരണം. അങ്ങനെ എല്ലാം അക്ബറിലേക്ക് വെച്ചു കൊടുത്തു. മാത്രമല്ല ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്ക് അദ്ദേഹം മാറി ആദില നൂറമാർ അദ്ദേഹത്തിനോടൊപ്പം ചേരുമ്പോൾ ആദ്യ കാലങ്ങളിൽ ആദിലയും നൂറയും ഒക്കെ അപ്പാനി ശരത്തും അക്ബറും ഒക്കെ ഇരിക്കുന്ന ആ ഒരു ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ പാട്ടുകളൊക്കെ പാടി തമാശകളൊക്കെ പറഞ്ഞ് വളരെ ജോളിയായിട്ട് പോവാണ്. ഇതിനിടയിൽ ഈ അക്ബർ വിദ്വേഷം ആദിലയിലേക്കും നൂറയിലേക്കും അദ്ദേഹം ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി അദ്ദേഹം ചില ചീപ്പ് പരിപാടികൾ കാണിക്കുകയും ചെയ്തു. പക്ഷേ കുറ്റം പറയരുതല്ലോ, അതൊരു തരത്തിൽ അക്ബറിന് ഉപകാരപ്പെടുകയാണ് ചെയ്തത്. അക്ബറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഗെയിം ഒന്നുമില്ലാതെ അവിടെ വളരെ ഡൗൺ ആയിരുന്ന സമയത്താണ് അക്ബർ 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 എന്ന് പറഞ്ഞ് മന്ത്രം ജപിക്കുന്ന പോലെ അക്ബറിന് പണി കൊടുക്കാൻ വേണ്ടി ഷാനവാസ്ക്ക് ഇറങ്ങി നടക്കുന്നത്. സ്വാഭാവികമായും അക്ബറിൻ്റെ ഭാഗത്തുള്ള പോസിറ്റീവ് എലമെൻറ്റുകൾ, അതായത് ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ആക്രമിക്കപ്പെടുന്ന ആൾ അതിനർഹനല്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും സിമ്പതി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ അക്ബറിന് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ഗെയിമും ഇല്ലാതെ അക്ബറിന് ഒരു ഗെയിമും ഇല്ലല്ലോ എന്ന് നമ്മളൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴും അക്ബർ എവിക്റ്റ് ആവാതെ ഇത്രയും ദിവസം അവിടെ നിന്ന് പോയതിൻ്റെ ക്രെഡിറ്റ് ഷാനവാസിനും അനുമോൾക്കും മാത്രമാണ്. കാരണം അവർ വെറുതെ അക്ബറിൻ്റെ വിക്കറ്റ് കയറും. ഇതിനിടയിലാണ് വളരെ മോശമായ രീതിയിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു വൃത്തികെട്ട ടാസ്ക് ഷാനവാസ്ക്ക് ഏറ്റെടുക്കുന്നത്. അത് നെവിന് നേരെയുള്ള അറ്റാക്കാണ്. നെവിൻ ഷാനവാസ്കയോട് ക്ലോസ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ ഷാനവാസിന് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഞാൻ കംഫർട്ടബിൾ അല്ല എന്നുള്ള കാര്യം നെവിനെ ധരിപ്പിക്കുന്നു. നെവിൻ അതിൽ നിന്ന് പിന്മാറുന്നു. എന്ന് വെച്ചാൽ ഈ ചേഷ്ടകൾ എന്ന് പറയുമ്പോൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. ഹഗ് ചെയ്ത് സംസാരിക്കുക, വളരെ ക്ലോസ് ആയിട്ടിരുന്ന് സംസാരിക്കുക, ഇതൊക്കെയാണ്. എന്തായാലും നെവിൻ അത് അവസാനിപ്പിച്ചു. അത് അവിടെ കൊണ്ട് കഴിഞ്ഞു. നെവിന് പറ്റിയൊരു പ്രശ്നം, ഞാൻ ഇങ്ങനെയാണ് എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ന്യായത്തിൽ നെവിൻ അവിടെ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലും ഷാനവാസിനെ പിന്നീട് ബുദ്ധിമുട്ടിക്കാൻ അയാൾ പോയിട്ടില്ല. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഈ കാര്യമെടുത്ത് ആദില നൂറമാർക്ക് ഇട്ടുകൊടുത്ത് ആദിലയെ കൊണ്ടൊരു നോമിനേഷൻ പ്രോസസ്സിൽ നെവിൻ്റെ ഈ ഒരു കാര്യം, നെവിൻ്റെ ഭാഗത്തു നിന്ന് തനിക്ക് അൺകംഫർട്ടബിളായി ഫീൽ ചെയ്ത കാര്യം എടുത്തിടുകയാണ് ഷാനവാസ്ക പിന്നീട് ചെയ്യുന്നത്. അതിനെ ചോദ്യം ചെയ്തു വരുന്ന നെവിനോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന വാക്കുകളൊക്കെ ഇങ്ങനെയാണ്: നിന്നെപ്പോലെ കുറേ എണ്ണത്തിനെ ബസ് സ്റ്റാൻഡിലും ലോഡ്ജിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. ഷാനവാസിന് അയാൾ അൺകംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ അൺകംഫർട്ടബിൾ ആയിരുന്നു നെവിനെ, അത് മാത്രമേ ഇവിടെ ഒരു വിഷയമുള്ളൂ, അല്ലാതെ നിന്നെ ഞാൻ തേജോവധം ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് വളരെ മാന്യമായിട്ട് പറയാം. പക്ഷേ അപ്പോഴും നെവിനെ വീണ്ടും പ്രകോപിപ്പിക്കാൻ വേണ്ടി അയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് പുല്ലുവില കൊടുക്കുന്ന പോലത്തെ വർത്തമാനമാണ്. ആ വർത്തമാനം പുറത്തും ഒരുപാട് വിമർശന വിധേയമായിരുന്നു. നമ്മളിതൊക്കെ അതിൻ്റെ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്തായാലും ആ സമയങ്ങളിൽ മുഴുവൻ ഇക്കാടെ പെങ്ങളൂട്ടിമാരായി നിൽക്കുന്ന ആദില നൂറമാർ ഇക്കായെ മുതലെടുക്കുകയായിരുന്നു എന്ന് പറയുന്ന കാര്യവും ഇവർ രണ്ടുപേരും തൻ്റെ ഒപ്പമുള്ളതിനെ അതിനൊരു സ്ട്രെങ്തായി കണ്ടുകൊണ്ട് അവരെ മുതലെടുക്കുകയാണ് ഇക്ക ചെയ്തതെന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായി ഇതിനു മുമ്പ് പല അനാലിസിസ് വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇക്കണ്ട് കാണായ ദിവസങ്ങൾ മുഴുവൻ ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും അക്ബറാണ് കാരണം, അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്, അക്ബറിനെ നിങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്യണം, അക്ബറിനെ നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ ഇതേ ആദിലയും നൂറയും അക്ബറുമായി ഇത്രയും ക്ലോസ് ആയിരിക്കുന്നത് കാണുമ്പോൾ ഷാനവാസ്കയുടെ ഹൃദയം എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അപ്പോഴും ഷാനവാസ്ക എന്താണ് ഇവിടെ അതിശക്തമായി പ്രതികരിക്കാത്തതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഷാനവാസ്കയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് ഇട്ട് കൊടുത്തിട്ടുള്ള ക്ലൂ, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ സംസാരങ്ങളിൽ നിന്ന് കിട്ടുന്നത്, ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്തായാലും ടോപ്പ് 2 എന്ന് പറയുന്ന ആ 2 പൊസിഷനിൽ നിൽക്കുന്നത് അനുമോളും അനീഷുമാണ്. അപ്പോൾ മിക്കവാറും അവരിൽ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും കപ്പ് കിട്ടാൻ സാധ്യത. എനിക്ക് എന്തായാലും കപ്പ് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഉള്ള ഇമേജ് സൂക്ഷിച്ച് കൈ പിടിച്ചിരിക്കുക, ഞാൻ എന്തിനാ ഇവിടെ ഇത്രയും പ്രഷർ ഇട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്കും അതുപോലെ തന്നെ സ്വന്തം ഹെൽത്തിനെ കുറിച്ചൊരു ധാരണയിലേക്കും ഒക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ടാവാം. പക്ഷെ അപ്പോൾ പോലും നെവിന് കിട്ടുന്ന പരിഗണന എന്ന് പറയുന്നത് അത് അദ്ദേഹത്തെ കുറച്ചൊന്നും അല്ല വേദനിപ്പിക്കുന്നത്. നെവിൻ അങ്ങനെയാണ്, നെവിൻ പുറത്ത് സ്റ്റാറാണ് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഷാനവാസ്കയുടെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ അവൻ ഇത്രയും പരിഗണന അർഹിക്കുന്നില്ലല്ലോ, ഞാനല്ലേ ഇവിടുത്തെ ഹീറോ എന്ന് പറയുന്ന ആ ഒരു സങ്കടഭാവമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരിടക്കാലത്ത് ഇവിടെ രുദ്രൻ എന്ന് പറഞ്ഞൊരു പുലി വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഒരു പൂച്ചയെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് ആര്യനൊന്ന് പ്രകോപിച്ചിട്ടുണ്ടായിരുന്നു. ആര്യനെ ഒന്ന് ടാർഗറ്റ് ചെയ്യാനൊരു ശ്രമം നടത്തിയെങ്കിലും ഇക്കൊക്കെ ഒറ്റയ്ക്ക് കളിക്കാൻ അറിയില്ലല്ലോ. മാത്രമല്ല ആര്യൻ ആ സമയത്ത് വളരെ സ്ട്രോങ്ങും ആയിരുന്നു. അങ്ങനെ ഡയറക്റ്റുള്ള അറ്റാക്കൊക്കെ ഇക്ക ഒഴിവാക്കി. പക്ഷേ നമ്മൾ ഷാനവാസ്ക്ക് ഇത്രയും ടോക്സിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബിഹേവിയേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ അനുമോളുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഷാനവാസ്കയുടെ ഒരു മേന്മ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ്
ലാലേട്ടൻ വരുമ്പോഴെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിലപ്പോൾ സോറി ഒന്നും ആയിരിക്കില്ല കേട്ടോ, എടുത്ത വായിക്ക് താങ്ക്സ് എന്നാണ് പറയുക. നിങ്ങൾ കുറച്ച് നേരം അവിടെ പോയി തിരിഞ്ഞു നിന്നതെന്ന് പറഞ്ഞാൽ താങ്ക് യു ലാലേട്ട എന്ന് പറയുന്ന രീതിയിലാണ്. അപ്പോൾ പോലും അയാൾ കാണിക്കുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ പറയുമ്പോഴെങ്കിലും അയാൾ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. അത് അനുമോളെ സംബന്ധിച്ച് കുറച്ചുകൂടി ബെറ്ററാണ്. അനുമോൾ നേരെ മുകളിലേക്ക് നോക്കിയിരുന്ന് തൻ്റെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുക. ഷാനവാസ്കയുടെ വിജയം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പക്ഷേ ഏക കാര്യം എന്ന് പറയുന്നത് അത് അനീഷുമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ഞാൻ എൻ്റെ ഹൃദയം കല്ലാക്കി വെച്ചിരിക്കുകയാണ്, എനിക്കിവിടെ വേറെ ആരുമായിട്ടൊരു ബന്ധം വേണ്ട, ആരും എൻ്റെ നാട്ടിലേക്കോ വീട്ടിലേക്കോ വന്നു പോകരുത്, ഈ ഗെയിമിലുള്ള ബന്ധങ്ങളെല്ലാം ഗെയിം കഴിയുമ്പോഴേക്കും അവസാനിച്ചു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന അനീഷിനെ ഒരു സുഹൃത്താക്കി മാറ്റിയെടുത്തു. മിത്രം എന്ന് അഭിസംബോധന ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഐ ലവ് യു ആസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയിപ്പിച്ചുകൊണ്ട് അങ്ങനെ അനീഷിനെ തൻ്റെ ഒരു ഫ്രണ്ടാക്കി മാറ്റി എന്നുള്ളത് അത് ഷാനവാസ്കയുടെ വിജയമാണ്. പക്ഷേ പുള്ളി അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതായത് ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോഴാണെങ്കിലും ലാലേട്ട ഇവൻ ഇങ്ങനെ ഒരു രീതിയിലായിരുന്നു, എനിക്ക് പക്ഷേ ആദ്യമേ മനസ്സിലായി ഇവൻ്റെ ഒരു സ്റ്റൈൽ എന്താണെന്നുള്ളത്. ഞാൻ അവനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തു, ഞാൻ അവനെ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നു, ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ അവനെ ഞാൻ മാറ്റിയെടുത്തു, ഇനിയും ഞാൻ മാറ്റിയെടുക്കും എന്ന് പറയുന്ന, ഞാൻ ജയിച്ചു കേട്ടോ, ഞാൻ മാത്രമോട് ജയിച്ചിട്ടുള്ളൂ, ഹലോ ഞാൻ ജയിച്ചു എന്ന് പറയുന്ന ആ ഒരു വലിയ സന്തോഷഭാവം അനീഷിൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഷാനവാസിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അനീഷിനെ നോക്കുകയാണെങ്കിൽ അനീഷ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഈ സീസൺ 7 മത്സരിക്കാൻ എത്തിയത് മുതൽ ഇതുവരെയുള്ള സമയങ്ങളിൽ ഏറ്റവും വീക്കായി അനീഷിൻ്റെ ഗെയിം മാറുന്നത് ഈ സൗഹൃദം ഡെവലപ്പായിട്ടുള്ള ആ ആഴ്ചകളിലാണ്. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കളിക്കുക എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ നിന്ന് അനീഷ് വഴുതി മാറുകയും, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷാനവാസിൻ്റെ വാലല്ലേ എന്ന് തിരിച്ചുള്ളൊരു ചോദ്യം കേൾക്കുന്ന അവസ്ഥയിലേക്ക് അനീഷ് മാറുകയും ചെയ്തു. പക്ഷേ അനീഷ് അവിടുന്ന് അതിഗംഭീരമായ തിരിച്ചുവരവ് തന്നെ നടത്തി. ഇപ്പോൾ ഈ സൗഹൃദത്തിനെ ഇങ്ങനെ നിലനിർത്തുമ്പോൾ പോലും തൻ്റെ ഗെയിം കൃത്യമായി കളിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അനീഷ് തിരിച്ചെത്തി എന്നുള്ളത് അത് അനീഷിൻ്റെ വിജയമാണ്. ഷാനവാസ്കയുടെ പേര് ഏറ്റവും കൂടുതൽ ചീത്തയാവുന്ന ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കിട്ടിയൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാലും അതിബുദ്ധി കാണിച്ച് അതിസാമർഥ്യം കാണിച്ച് അദ്ദേഹം നശിപ്പിച്ച ഒരു സീക്രട്ട് ടാസ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ ബിഗ് ബോസ് കരിയറിൽ ഒരു വില്ലനായിട്ട് മാറുന്നത്. ആര്യനെ ഏൽപ്പിച്ച സീക്രട്ട് ടാസ്ക്കാണ് ബാക്കി എല്ലാവരിലേക്കും എത്തി. അവിടുന്ന് നേരെ അക്ബറും ലക്ഷ്മിയും സാബുമാനും ഒക്കെ മത്സരിച്ചിട്ട് അടുത്തതാര് എന്ന ചോദ്യത്തിന് അക്ബറാണ് ഷാനവാസിനെ നമുക്ക് ടീമിലെടുക്കുക എന്ന് പറയുന്നത്. ഷാനവാസിനെ ടാസ്കിൻ്റെ ഭാഗമാക്കിയപ്പോൾ അയാൾ ഓടി നടന്ന എല്ലാവരോടും പറഞ്ഞു ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുണ്ട്, ഇത് ഇന്നതാണ് പരിപാടി എന്നൊക്കെയുള്ളത്. അത് കുറച്ചൊന്നും അല്ല ബിഗ് ബോസിനകത്തും പുറത്തും ഒക്കെ അദ്ദേഹത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. പക്ഷേ ആ ചീത്തപ്പേരൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അത്രയും നേരം തമ്പുരാട്ടി എന്നൊക്കെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന ലക്ഷ്മി അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ടറായിട്ട് തിരിച്ചെത്തുന്നത്. അതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലൊക്കെ നായിക നടന്നു പോകുന്ന സമയത്ത് ബുഹ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വില്ലൻ വിക്രമൻ ഉണ്ടല്ലോ, ആ രീതിയിലാണ് അദ്ദേഹം ലക്ഷ്മിയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഷാനവാസ്കിക്ക് ബുദ്ധിക്ക് കുറവുണ്ട്, പുള്ളി പാവാണ്, അതിനെ തുറന്നു കാട്ടാൻ വേണ്ടി അക്ബർ കാണിച്ച ഒരു അടവായിരുന്നു ഇതെന്ന് പറഞ്ഞ് അക്ബറിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് പോലെ ലക്ഷ്മി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷാനവാസ്ക പിന്നീട് ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോയിൽ ലക്ഷ്മിനെ കാണുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ലക്ഷ്മിയുമായിട്ട് ഒരു പ്രശ്നവുമില്ല, ലക്ഷ്മിയോട് വളരെ ബഹുമാനത്തിൽ സംസാരിക്കുന്നു, ലക്ഷ്മി പൂജ നടത്തിയില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ലക്ഷ്മി ലാലേട്ടനോട് പറഞ്ഞത് ലാലേട്ട ഇങ്ങനെ വെറും മണ്ടനാണ്, അത് അക്ബർ തുറന്നു കാണിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളതാണ്. പക്ഷേ അത് കേട്ടിട്ടും ശരിയാ ലാലേട്ട, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി ലാലേട്ട, അക്ബറാണ് ലാലേട്ട ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അത് ഏറ്റുവാങ്ങുന്ന ഷാനവാസ്കയാണ് നമ്മൾ കാണുന്നത്. കളിയാക്കിയാലും മനസ്സിലാവില്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോയ ഒരു സാഹചര്യമായിരുന്നു അത്. എന്തായാലും ഷാനവാസ്കയുടെ തുടക്കം മുതലുള്ള ഏറ്റവും ശക്തമായ ഒരു ഗെയിം എന്ന് പറയുന്നത് പരദൂഷണമാണ്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഫിനാലെ ദിവസം കപ്പ് ഒരാൾക്ക് കൊടുത്തിട്ട് പരദൂഷണത്തിനൊരു അവാർഡ് കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ ഷാനവാസ്കയെ കടത്തിവെട്ടാൻ മറ്റൊരാളില്ല എന്ന് പറയുന്ന അത്രയും ഓരോ ആൾക്കാരെയും വിളിച്ചു മാറ്റിയിരുത്ത് മറ്റുള്ള ആളുകളെ കുറിച്ച് കുറ്റം പറഞ്ഞ് ആളുകൾക്കിടയിൽ ഒരു വിദ്വേഷം ജനിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് ഷാനവാസ്കയുടെ ഒരു പ്രത്യേക ടാലൻ്റാണ്. ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 3 ക്യാപ്റ്റന്മാർ ഒരുമിച്ച് വന്ന സമയത്തും അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്, ആ ടാസ്കിൽ അവർ പറയുന്നൊന്നും അനുസരിക്കരുത്, അവരെക്കുറിച്ച് ഫുൾ പരദൂഷണം പറയാമെന്നുള്ള രീതിയിൽ ഏറ്റവും മോശമായി ഗെയിം കളിപ്പിക്കുന്ന ഷാനവാസ്കയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ ഗെയിമിൻ്റെ അവസാനം പാലേറ് കൊണ്ട് വീണത് അദ്ദേഹം തന്നെയായിരുന്നു. ഷാനവാസ്ക ആസ് എ ഗെയിമർ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗെയിം ഒരു 70-30 എന്ന് പറയുന്ന വൈബിലാണ്. നമ്മൾ മുമ്പൊരു അനാലിസിസ് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഒരു 30% അദ്ദേഹം നല്ല
ഗെയിമറാണ്. അതിഗംഭീരമായിട്ട് പുള്ളി ഗെയിം കളിച്ചത് ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഓരോ ആളുകൾക്കും വിശ്വസ്തത, ആസ് എ ഗെയിമർ, സത്യസന്ധത തുടങ്ങി പല കാര്യങ്ങളിൽ ആൾക്കാരെ റേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അനുമോളയാണ് കിട്ടിയത്. അനുമോളെ എക്സ്പോസ് ചെയ്യാന്ന് പറയുന്ന പോലെ അനുമോളെ ഏറ്റവും തളർത്തുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് അദ്ദേഹം അന്ന് അവിടെ കാഴ്ചവെച്ചത്. അങ്ങനെ പല സമയങ്ങളിലും നല്ല ഗെയിം പുറത്തെടുക്കുന്ന ഇക്കയെ നമുക്ക് കാണാൻ പറ്റും. അതൊരു 30% ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള 70% എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡേർട്ടി ഗെയിമുകളാണ്. ഈ 70% വളരെ വൃത്തികെട്ട ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 30% നല്ല ഗെയിം നമുക്ക് ഓർത്തെടുക്കാൻ കിട്ടൂല. ഷാനവാസ്ക കളിച്ചൊരു നല്ല ഗെയിം ഏതാണ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മുഴുവൻ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചും വഴക്കുണ്ടാക്കിയും അക്ബർ 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 എന്ന് പറഞ്ഞ് നാമം ജപിച്ച് നടക്കുന്നതൊക്കെയാണ്. സോ അദ്ദേഹത്തിലെ ആ 30% ആക്ച്വലി 70ലേക്ക് എത്തിയിരുന്നെങ്കിൽ ഒരു നല്ല ഗെയിമറായി അദ്ദേഹത്തിന് തിളങ്ങി നിൽക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പുള്ളി അത് ചെയ്തില്ല. എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ദിവസം കപ്പ് കൊണ്ടോ കപ്പില്ലാതെയോ എങ്ങനെയോ പൊക്കോട്ടെ, പക്ഷേ പോകുന്ന ദിവസം അദ്ദേഹം ആദ്യം തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിന് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്, വിശ്രമം ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ പോലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉറക്കത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും, ഒരുപക്ഷെ ഈ ഫുഡൊക്കെ ഇത്രയും റേഷനായിട്ട് കിട്ടുന്ന സമയത്ത് മാൽന്യൂട്രീഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഹീ സോ വീക്ക്, ഹീ നീഡ്സ് റെസ്റ്റ്. അദ്ദേഹത്തിന് നല്ല റെസ്റ്റ് കിട്ടട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാൻ തോന്നുന്നത്. ഇത്രയുമാണ് നമുക്ക് പറയാനുള്ള ഷാനവാസ ചരിതം. മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് നമ്മൾ അടുത്ത് ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നല്ല ഭാഷയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരെക്കുറിച്ചും ചീത്തയൊന്നും വിളിക്കാതെ നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തെറി വിളിച്ചുകൊണ്ടും ബാക്കിയുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ടും വരുന്ന കമൻറ്റുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യും ആദ്യം. എന്നിട്ടും ആവർത്തിച്ചാൽ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് നിങ്ങളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് വലിയൊരു നന്ദി. നമ്മൾ ഓൾ ഇന്ത്യ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയിട്ടുള്ള ആദ്യത്തെ 100 വീഡിയോസിൽ ഈ ചെറിയ ചാനലിൽ വെറും 40,000 മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള നമ്മുടെ ചാനലിൽ ഇന്ന് 4 വീഡിയോസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയിട്ടുള്ള വീഡിയോസിൽ. സോ താങ്ക് യു സോ മച്ച്. ഇനിയും ആ സപ്പോർട്ട് തുടരുക. നമ്മളും സത്യസന്ധമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.